അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത സെക്ഷനാണ് ഓൾജിബ്ര അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ ഇതൊരു റിസൾട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെന്താണെന്ന് സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ ഞാനൊരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്, പല രീതിക്ക് നമുക്ക് എഴുതാം. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ, 2, 5, 8, 11. അതായത് എന്താണ് ഇവിടെ എന്താ പ്രത്യേകത? ഫസ്റ്റ് ടേം 2ഉം കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് 3ഉം ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ആണോ? നമുക്ക് ഇതിന്റെ ജനറൽ ടേം എഴുതാം. ജനറൽ ടേം എഴുതുമ്പോൾ എന്ത് വരും? എ പ്ലസ് nth ടേം കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുക? ജനറൽ ടേം എന്ന് പറയുക, ഡി. ആണോ? എ എന്താണ് ഇവിടെ? 2 ആണ്. 2 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് 3 എന്ത് വരും? 2 പ്ലസ് 3n-3 എന്ന് വരും. ആണോ? അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? 3n-1 എന്ന് വരും xn. ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ നോക്ക്, 3n-1. ഞാനൊന്ന് ഇവിടെ മാറ്റിയെടുത്ത് എഴുതുന്നുണ്ട്. xn ഈക്വൽ ടു 3n-1. നമുക്ക് വേറൊരു സീക്വൻസ് കൂടെ നമുക്ക് രണ്ട് എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. ഒരു 3, 5 അതുപോലെ 7 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണെങ്കിലോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? എ എന്ന് പറയുന്നത് 3 ആയിട്ട് വരും, കോമൺ ഡിഫറൻസ് എന്തായിട്ട് വരും? 2 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ xn എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്, അല്ലെങ്കിൽ xn എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. അപ്പോൾ 3 പ്ലസ് 2n-2 എന്ന് വരും, അല്ലെങ്കിൽ 2n പ്ലസ് 1 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് വേറൊരു ടേം കിട്ടി, 2n പ്ലസ് 1. ഇപ്പോൾ കണ്ടോ, ഈ ജനറൽ ടേമുകളൊക്കെ ഈ ഒരു രൂപത്തിലല്ലേ? അതല്ലെങ്കിൽ 3n-1, 2n പ്ലസ് 1. അതായത് ജനറലായി പറയുകയാണെങ്കിൽ ഏത് രൂപത്തിലായിരിക്കും? an പ്ലസ് ബി. ദ ഓൾജിബ്രായിക് ഫോം ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് ഓഫ് ദ ഫോം an പ്ലസ് ബി. അപ്പോൾ എപ്പോഴും ഏത് രൂപത്തിലായിരിക്കും? an പ്ലസ് ബി എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും ഇതിലായിരിക്കുക ഓൾജിബ്രായിക് സീക്വൻസ്. ഫസ്റ്റ് കേസിൽ എയുടെ സ്ഥാനത്ത് ആരുണ്ട്? 3 ഉണ്ട്. ബിയുടെ സ്ഥാനത്ത് ആരുണ്ട്? -1 ഉണ്ട്. രണ്ടാമത്തെ കേസിൽ എയുടെ സ്ഥാനത്ത് 2, ബിയുടെ സ്ഥാനത്ത് 1. എപ്പോഴും ഓൾജിബ്രായിക് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ ജനറൽ ടേം എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. വേർ എ ആൻഡ് ബി എന്ന് പറയുന്നത് ഫിക്സഡ് നമ്പേഴ്സ് ആണ്. നമ്മളിവിടെ പറഞ്ഞല്ലോ, ഫസ്റ്റ് കേസിൽ എ എന്ന് പറയുന്നത് 3 ആയിരുന്നു, ബി എന്ന് പറയുന്നത് -1 ആയിരുന്നു. അപ്പോൾ ഇനി തിരിച്ചും പറയാം നമുക്ക്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസിന് നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ ജനറൽ ടേം an പ്ലസ് ബി എന്ന് പറയുന്ന രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അത് എന്താണെന്നും പറയാം? അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണ് കരുതുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഫസ്റ്റ് പ്രോബ്ലം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ദ 8th ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 12. ഇപ്പോൾ 8th ടേം തന്നിട്ടുണ്ട്, 8th ടേം ഈക്വൽ ടു 12 എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? 12th ടേം തന്നിട്ടുണ്ട്. എത്രയാണെന്ന് വന്നിട്ടുണ്ട്? 8 ആണെന്ന് വന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് എന്തൊക്കെ ആവശ്യം വേണം? ഉണ്ട്, എയും കാണണം, ഡിയും കാണണം. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, എന്ത്? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണാം? ടേം ഡിഫറൻസ്, ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 - 12. പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? 8 എന്ന് പറയുന്നത് 12ാമത്തെ ടേമാണ്. അപ്പോൾ തിരിച്ചെടുക്കണം, 12 - 8 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം, ഡി. അപ്പോൾ 8 - 12 എന്ത് വരും? -4. 12 - 8 4, 4 ഡി എന്ന് വരും. ഡി എന്ത് വരും? -4/4 -1 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? -1 ആണ്. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് -1 എന്ന് പറയുമ്പോൾ ഇത് എന്തായിരിക്കും? ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കും അല്ലേ? അതൊന്ന് മനസ്സിലാണ്. ഇനി നമുക്ക് 8th ടേം 12 ആണ് തന്നിട്ടുണ്ട്. 8th ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എത്രയാണ്? x8 എന്ന് വെച്ച് കഴിഞ്ഞാൽ a പ്ലസ് 7d ആണ്. a പ്ലസ് 7d തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 12 ആണെന്ന് തന്നിട്ടുണ്ട്. a പ്ലസ് 7 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് നമുക്ക് -1 കൊടുത്തൂടെ? 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ a - 7, 7 ഇൻറ്റു -1 -7, മൈനസും പ്ലസും മൈനസ് ആവും. 12 ആണ്. അല്ലെങ്കിൽ a എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 12 + 7 എന്ത് വരും? 19 വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി. ഫസ്റ്റ് ടേം എന്താണ്? 19 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? -1 ആണ്. അപ്പോൾ നമുക്ക് ജനറൽ ടേം എഴുതി വെക്കാം. അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ജനറൽ ടേം എന്ന് എന്ത് ചോദിച്ചാലും ഒന്ന് തന്നെ കേട്ടോ, ജനറൽ ടേം ഓർ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ.
ഇനിയിപ്പോൾ ഇതാ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് എഴുതുകയാണെങ്കിൽ xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണോ? എ എന്താണ് 19 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്താണ് -1. അപ്പോൾ എന്ത് വരും 19 -1 ഇൻറ്റു n മൈനസ് n -1 ഇൻറ്റു -1 പ്ലസ് 1 ആണോ? അപ്പോൾ എന്ത് വരും -n പ്ലസ് 20 എന്ന് എഴുതിക്കൂടെ ആണോ? ഇത് നമ്മുടെ ആ രൂപത്തിലാണോ? നമുക്ക് നമ്മൾ ഏത് രൂപത്തിലാണ് xn ഈക്വൽ ടു നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? xn ഈക്വൽ ടു an പ്ലസ് b രൂപത്തിലാണ് ആണോ? ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? അത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുക. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരുണ്ട്? a ഈക്വൽ ടു -1 ഉണ്ട്, ബിയുടെ സ്ഥാനത്ത് ആരുണ്ട്? 20 ഉണ്ട് ആണോ? അപ്പോൾ അത് ഫിക്സഡ് നമ്പേഴ്സ് തന്നെയാണല്ലോ എയും ബിയും. അപ്പോൾ നമുക്കിത് എന്താണ്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? xn ഈക്വൽ ടു -n പ്ലസ് 20. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദ ബേർഡ് പ്രോബ്ലം ഇൻ ക്ലാസ് 8 ക്യാൻ ബി സ്ലൈറ്റ്ലി ചേഞ്ച്ഡ്. അപ്പോൾ 8ാം ക്ലാസ് പറഞ്ഞൊരു ബേർഡ് പ്രോബ്ലം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് വിഷയമുള്ള കാര്യമല്ല, അത് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ബേർഡ് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഒരു പക്ഷി പറയാണ് വി ആൻഡ് വി അഗെയിൻ, ഞങ്ങളും, അതായത് വി ആൻഡ് വി അഗെയിൻ. ഇപ്പം ഞങ്ങൾ എത്ര ആളാണോ, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾ 40 പേരാണെങ്കിൽ ഞങ്ങൾ 40 പേരും വീണ്ടും ഒരു 40 പേരും, ഓക്കെ, വി അഗെയിൻ ആൻഡ് ടുഗദർ വിത്ത് ഹാഫ് ഓഫ് അസ്, പിന്നെ ഞങ്ങളുടെ പകുതിയും, ഓക്കെ, പിന്നെ അതിൻ്റെ പകുതിയും. പകുതിയുടെ പകുതി എന്ന് വെച്ചാൽ 20ന്റെ പകുതി 10ഉം അതിൽ കൂടെ ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്? ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. ഇതാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഈ 40 ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ്. അപ്പം നമുക്ക് ഈ 40ന് പകരം നമുക്കൊരു വേരിയബിൾ, അതായത് നമ്മൾ അറിയാത്ത സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ എടുക്കാറ്? എക്സ് എന്ന് എടുക്കാറില്ല. അപ്പം ഞാനിവിടെ എക്സ് എന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് ആണോ? ഞങ്ങളും വീണ്ടും ഞങ്ങളെ 2 വട്ടം, പിന്നെ ഞങ്ങളുടെ പകുതി. അപ്പം എന്ത് വരും? x/2, പിന്നെ അതിൻ്റെയും പകുതി. അപ്പോൾ അരയുടെ പകുതി വെച്ച് കഴിഞ്ഞാൽ 1/4 ഭാഗം. അപ്പോൾ x/4 പ്ലസ് 1. ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത്? നാച്ചുറൽ നമ്പർ കിട്ടും. ഓക്കെ ആണോ? റൈറ്റ് ഓൾ പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദ ലീസ്റ്റ്. അപ്പോൾ ഇതിന് പോസിബിൾ ആയിട്ടുള്ള ബേർഡ്സിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഐഡിയ കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ എന്ത് വരും? 2x പ്ലസ് x/2 പ്ലസ് x/4 പ്ലസ് 1 ഈക്വൽ ടു നാച്ചുറൽ നമ്പർ കിട്ടണം. ഓക്കെ, നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. 1 2 3 4 അങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? 1 2 3 4 5 എക്സെട്ര അങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. ഇതൊന്നും ഡൗട്ട് ഉണ്ടാവില്ല കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആക്കി കൂടെ എല്ലാത്തിൻ്റെയും. അപ്പോൾ ഇവിടെ ഓൾറെഡി 4 ഉണ്ട്, 4 ആണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ 4 വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എല്ലാത്തിനെയും ഇവിടെ ഡിനോമിനേറ്ററിൽ 4 വരണമെങ്കിൽ താഴെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? 8x/4 പ്ലസ് ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, ഒരു 2 കൊണ്ട് കൂടി ഗുണിച്ചാൽ മതി. അപ്പോൾ 2 × 2 4 ആയി. അപ്പോൾ ആ 2 കൊണ്ട് മുകളിലും ഗുണിക്കണം ആണോ? അപ്പുറത്ത് പിന്നെ കറക്റ്റ് x/4 ഉണ്ട്, പ്ലസ് 1 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? നാച്ചുറൽ നമ്പർ കിട്ടണം. ഓക്കെ ആണോ? ഇനി ഇപ്പം നമുക്ക് ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൂട്ടി എഴുതാം. അപ്പോൾ എന്ത് വരും? 8x പ്ലസ് 12x 10x 10x പ്ലസ് x 11x/4 പ്ലസ് 1 ഈക്വൽ ടു നാച്ചുറൽ നമ്പർ കിട്ടണം. ക്ലിയർ ആണോ? അപ്പോൾ ഇത് നാച്ചുറൽ നമ്പർ ആവണമെങ്കിൽ, അതായത് ഈ ഒരു സംഖ്യയിലൂടെ 11x പ്ലസ് 4ലൂടെ 1 കൂട്ടിയത് നാച്ചുറൽ നമ്പർ ആവണമെങ്കിൽ, അപ്പം എന്തായാലും 1 ഒരു പ്രശ്നം ഉണ്ടാക്കൂല. 1 ഏതിൻ്റെ ഒപ്പം കൂട്ടിയാലും നമുക്ക് പിന്നെ മുന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ പിന്നെ നമ്മൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായും നമുക്ക് നാച്ചുറൽ നമ്പർ തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതിയാണോ? അപ്പോൾ ഇത് നാച്ചുറൽ നമ്പർ ആവണം. അങ്ങനെ എഴുതിക്കൂടെ നമുക്കിതൊന്ന്? എന്തുകൊണ്ട് എഴുതി മനസ്സിലായോ? കാരണം 1 അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്ക് 11x പ്ലസ് 4/4 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആവണം. ഇതെപ്പോഴാണ് നാച്ചുറൽ നമ്പർ ആവാൻ നോക്കിയാൽ പോരെ? ഇതെപ്പോഴാണ് നാച്ചുറൽ നമ്പർ ആവുക? ഒന്ന് ആലോചിച്ച് നോക്ക്.
അതായത് ഇത് ശരിക്കും ഫ്രാക്ഷൻ ആണ്. 11x/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആണ്. എന്നാൽ ഞാനിത് ഉദാഹരണത്തിന് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 11/4 എന്ന് വരും. ഫ്രാക്ഷൻ ആണ്, നാച്ചുറൽ നമ്പർ അല്ല. പക്ഷെ നമുക്ക് ഈ താഴെയുള്ള 4 ക്യാൻസൽ ആവണമെങ്കിൽ അവിടെ എന്തൊക്കെ വരാം? എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 4 കൊടുത്തുകൂടെ? അപ്പൊ എന്ത് വരും? 4 കൊടുത്താൽ എന്താവും? 11 × 4/4. 4ഉം 4ഉം ക്യാൻസൽ ആവും, 11 വരും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് 4 കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അടുത്തത് 8 കൊടുത്തുകൂടെ? 11 × 8/4 ഇപ്പൊ 22 എന്ന് വരും. ആണോ? അപ്പൊ 8 കൊടുക്കാം. അതായത് 4ന്റെ മൾട്ടിപ്പിൾസ് എല്ലാതും നമുക്ക് എക്സിന് കൊടുക്കാം. അപ്പോഴൊക്കെ നമുക്ക് അത് നാച്ചുറൽ നമ്പർ കിട്ടും. 4, 8, 12, 16 എക്സെട്ര അങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. അപ്പൊ നമുക്ക് ബേർഡ്സിന് കൊടുക്കാൻ പറ്റുന്ന എണ്ണം എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമുക്ക് എന്തെഴുതാം? ബേർഡ്സിന് കൊടുക്കാൻ പറ്റുന്ന പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ്, അതായത് ആ പറഞ്ഞ കഥയില് പോസിബിൾ ആയിട്ടുള്ള ബേർഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ചിലപ്പോൾ 4 ആയിരിക്കാം, ചിലപ്പോൾ 8 ആയിരിക്കാം. അതായത് എന്തായാലും അത് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആണോ? ഇനി എന്ത് ചോദിച്ചിട്ടുണ്ട്? പോസിബിൾ സംസ് ചോദിച്ചിട്ടുണ്ട്. ആണോ? ഈ പോസിബിൾ സം എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമുക്കിപ്പോ കിട്ടി, നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഇതൊക്കെയാണ്. അപ്പൊ എക്സിന് ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നോക്കിയാൽ പോരെ? പോസിബിൾ സം, അതായത് അവര് പറഞ്ഞ ഈ നാച്ചുറൽ നമ്പർ എന്തൊക്കെ വരാന്ന് ആലോചിക്കേണ്ടത്. അതാണ് പോസിബിൾ സം ആണല്ലോ. സം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയാ കിട്ടുന്നത്. പോസിബിൾ സം എന്താവാം? എക്സിന് 4 കൊടുക്കുമ്പോൾ എന്ത് വരും? 11 × 4/4 + 1. അടുത്ത ടേം എന്ത് വരും? 11 അടുത്ത നമുക്ക് കൊടുക്കാൻ പറ്റിയ 8 ആണ്. 8/4 + 1. അടുത്ത എന്ത് വരും? 11 × 12/4 + 1. അടുത്ത എന്ത് വരും? 11 × 16/4 + 1. ആണോ? അപ്പൊ എന്ത് വരും? അപ്പൊ അത് സീക്വൻസ് എങ്ങനെ വരും? 4ഉം 4ഉം ക്യാൻസൽ ആയി 11 + 1 എന്ന് വരും. അതെന്ത് വരും? 12 വരും. ഇവിടെ എന്ത് വരും? 4ഉം 8ഉം ക്യാൻസൽ ആയി 12. 11 × 2 22. 22 + 1 23 വരും. ആണോ? ഇവിടെ 12ഉം 4ഉം ക്യാൻസൽ ആയ 3 ഉണ്ട്. 11 × 3 33 എന്ന് വരും. ക്ലിയർ ആണോ? അവിടെ 22 + 1 23 എന്ന് വരും. അതേമാതിരി ഇവിടെ ഒരു +1 കൂടെ ഉണ്ടായാൽ മറന്നു പോരുന്നേ. അപ്പോൾ ഇവിടെ 22 + 1 23, ഇവിടെ 33 + 1 34. അടുത്തതിൽ ആര് വരും? 4ഉം 16ഉം ക്യാൻസൽ ആയ 4 വരും. 44 + 1 45. അപ്പൊ നമുക്ക് ആ സീക്വൻസും കിട്ടി. അപ്പൊ നമുക്ക് വേണ്ട ആവശ്യമുള്ള 2 സീക്വൻസ് കിട്ടി. ഫസ്റ്റത്തെ ഈ എഴുതിയിട്ടുള്ളതാണ് എന്ത്? പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സിന്റെ സീക്വൻസ് ആണ് ഇത്. ഇനി പോസിബിൾ സമ്മിന്റെ സീക്വൻസ് ആണിത്. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെ എന്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതിക്കൂടെ? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ത് വരും? xn = a + n - 1 × d ആണ്. a എത്രയാണ്? 4 ആണ്. 4 + n - 1 × d. കോമൺ ഡിഫറൻസും എന്ത് തന്നെയാണ്? കൂട്ടി പോകുന്നതും 4 തന്നെയല്ലേ? അപ്പൊ 4 ആണ്. അപ്പൊ എന്ത് വരും? 4 + 4n - 4 അല്ലെങ്കിൽ 4n എന്ന് വരും. കാരണം ഈ +4ഉം -4ഉം ക്യാൻസൽ ആവും. അപ്പൊ ഇത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. കാരണം നമുക്ക് എന്ത് രൂപത്തിൽ എഴുതിയാൽ മതി? ax + b ആണല്ലോ. ഇത് ഏത് രൂപത്തിലാ? 4x + 0 ആണല്ലോ. ആ രൂപത്തിലാണല്ലോ. അപ്പൊ ഇത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. അതിൽ ഡൗട്ട് ഒന്നും വേണ്ട. ഇനി അതുപോലെ രണ്ടാമത്തേന്റെ കൂടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഫസ്റ്റ് ടേം 12 ആണ്. കോമൺ ഡിഫറൻസ് എന്താണുള്ളത്? 11 ആണ്. കാരണം 11 ആണല്ലോ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? xn എന്ന് വെച്ച് കഴിഞ്ഞാൽ a + n - 1 × d ആണ്. a എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ആണ്. അപ്പൊ എന്ത് വരും? 12 + n - 1 × 11 വരും. അപ്പൊ എന്ത് വരും? 12 + 11n - 11 വരും. അപ്പോൾ 11 12 - 11 എന്ത് വരും? +1. അപ്പോൾ 11n + 1 ഇതായിരിക്കും ആ സീക്വൻസിന്റെ എന്ത്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷനും കിട്ടി, സീക്വൻസും കിട്ടി. ഇത് ക്ലിയർ ആണ് കരുതുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇത് എഴുതല് മനസ്സിലാക്കലാണ്. ഇത് എങ്ങനെ എഴുതിയെന്നറിയോ? ഇത് പറഞ്ഞത് ഈ സെന്റൻസ് വായിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. ഫസ്റ്റ് പറഞ്ഞു വി, ഞങ്ങൾ, വീണ്ടും ഞങ്ങൾ. അപ്പൊ 2 വട്ടം x കൂട്ടുക. പിന്നെ ഞങ്ങളുടെ പകുതി x/2. പിന്നെ അതിന്റെയും പകുതി x/2ന്റെ പകുതി x/4. പിന്നെ അതിലൂടെ 1 കൂട്ടിയാൽ ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. അപ്പൊ ഈക്വൽ ടു നാച്ചുറൽ നമ്പർ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പ്രൂവ് ദാറ്റ് അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം
1/3. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്, അതിന്റെ ഫസ്റ്റ് ടേം എന്താണെന്ന് തന്നിട്ടുണ്ട്, 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 1/6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടായിരിക്കുന്ന പറഞ്ഞിട്ടുള്ളത്, അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, നമുക്ക് ഈ സീക്വൻസ് എങ്ങനെ വരും, ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ ഇക്വേഷൻ ഉണ്ട്, എന്തായിരുന്നു, xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ ജനറൽ ഫോം. അപ്പൊ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ഉണ്ട്, xn നമ്മൾ എഴുതുന്നുണ്ട് 1/3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/6 ആണ്. നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. xn ഈക്വൽ ടു 1/3 പ്ലസ് എന്ത് വരും 6 1/6n 1/6n മൈനസ് 1/6 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/6n പ്ലസ് 1/3 മൈനസ് 1/6 എന്ന് വരും. എന്ത് വരും, 1/3 മൈനസ് 1/6നെ നമുക്ക് എങ്ങനെ എഴുതാം, 2/6 മൈനസ് 1/6 എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും, 1/6 തന്നെ വരും. ഓക്കെ ആണോ? അപ്പോൾ പ്ലസ് 1/6 തന്നെ വരും. ഓക്കെ ആണോ? പ്ലസ് 1/6 തന്നെ വരും. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, n പ്ലസ് 1/6 എന്ന് എഴുതിക്കൂടെ xn. അപ്പോൾ നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഏത് രൂപത്തിലായി, xn ഈക്വൽ ടു n പ്ലസ് 1/6 n പ്ലസ് 1/6. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ജനറൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഇതില് എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. നമുക്ക് എന്ത് നോക്കിയാൽ മതി, n പ്ലസ് 1 എന്തായിരിക്കണം, ഇത് നാച്ചുറൽ നമ്പർ ആയി കിട്ടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ തന്നിട്ടുള്ള സാധനം നാച്ചുറൽ നമ്പർ ആവണമെങ്കിൽ എന്തായാൽ മതി, n പ്ലസ് 1 6ന്റെ മൾട്ടിപ്പിൾ ആയാൽ പോരെ, n പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ആയാൽ പോരെ ആണോ? അപ്പോൾ n പ്ലസ് 1 മൾട്ടിപ്പിൾ ഓഫ് 6 ആവണമെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, n-ന് n പ്ലസ് 1. അപ്പം എന്തൊക്കെ ആവാം, n പ്ലസ് 1 പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 6 ആവാം, 12 ആവാം, 18 ആവാം, 24 ആവാം, ഇങ്ങനെ എന്തും ആവാം. അപ്പൊ n-ന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാ, n-ന് പോസിബിൾ ആയിട്ടുള്ളത് n പ്ലസ് 1-ന് ഇത്രയും വാല്യൂ ആണെങ്കിൽ അപ്പൊ n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് കുറച്ചാൽ പോരെ. നമ്മൾ 5, അതായത് നമ്മൾ ഈ ഇക്വേഷനിൽ 5 കൊടുത്തു കഴിഞ്ഞാൽ 5 പ്ലസ് 1/6 നാച്ചുറൽ നമ്പർ ആയ 1 കിട്ടൂലേ. അപ്പോൾ ടു ഗെറ്റ് നാച്ചുറൽ നമ്പർ ആവാൻ എന്ത് ചെയ്താൽ മതി, ടു ഗെറ്റ് നാച്ചുറൽ നമ്പേഴ്സിന് എന്ത് വന്നായി, n പ്ലസ് 1 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 6 ആയാൽ മതി, അല്ലെങ്കിൽ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ പോയാൽ മതി, ഇങ്ങനെ 5 ആവാം, അല്ലെങ്കിൽ 11 ആവാം, ഇതൊന്നൊക്കെ ഓരോന്ന് കുറച്ചത് 17 ആവാം, 23 ആവാം. ഓക്കെ ആണോ? അപ്പോൾ n-ന് നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതാ n-ന് ഞാൻ നമ്മുടെ കയ്യിൽ xn-ന് ഇക്വേഷൻ ഉണ്ട്, n പ്ലസ് 1/6. n-ന് ഞാൻ 5 കൊടുത്തു, n ഈക്വൽ ടു 5 ആവുമ്പോൾ എന്ത് വരും, 5 പ്ലസ് 1/6 അല്ലെങ്കിൽ 6/6 1. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ കിട്ടിയോ? ഇനി അടുത്തത് n-ന് ഞാൻ 11 കൊടുത്തു, n-ന് 11 കൊടുക്കുമ്പോൾ എന്ത് വരും, 11 പ്ലസ് 1/6. അപ്പോൾ എന്ത് വരും, 12/6. 2 കിട്ടിയോ? അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടിയോ? അപ്പോൾ ഇതൊക്കെ. ഇനി n-ന് 11 കൊടുത്തു, ഇനി n-ന് നമ്മൾ 17 കൊടുക്കുമ്പോൾ എന്ത് വരും, 17 പ്ലസ് 1/6. അപ്പോൾ എന്ത് വരും, 18/6. എന്ത് വരും, 3. അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടിയോ? ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും, 4 കിട്ടും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റിയത്, നമ്മൾ ഈ സെക്ഷന് പഠിച്ച ജനറൽ ഫോമിനെ നമ്മൾ ഈ രൂപത്തിൽ എഴുതിയപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നാച്ചുറൽ നമ്പർ കിട്ടാൻ എന്ത് കിട്ടണം എന്ന് ആലോചിച്ചാൽ പോരെ. ഓക്കെ ആണോ? ക്ലിയർ ആണ് കരുതുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, സോറി, ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം. അപ്പോൾ ഒരു ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 1/3ഉം കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് എത്രയാണെന്നും 2/3ഉം. ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടെയ്ൻസ് പ്രൂവ് ചെയ്യേണ്ടത് എല്ലാ ഓഡ് നമ്പേഴ്സും ഇതിലുണ്ട് എന്നും പറയണം, അതേമാതിരി നോ ഈവൻ നമ്പർ, എല്ലാ ഒറ്റ സംഖ്യകളും ഈ സീക്വൻസിൽ ഉണ്ട് താനും, അല്ലെങ്കിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇതിലില്ല താനും. ഇത് രണ്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ആദ്യം നേരത്തെ ചെയ്ത മാതിരി തന്നെ ജനറൽ ഫോം ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ജനറൽ ഫോമിന്റെ പൊതുവായിട്ടുള്ള ഇക്വേഷൻ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇവിടെ നമുക്ക് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് xn എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും,
1/3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/3 വരും. ഇപ്പം എന്ത് വരും? 1/3 പ്ലസ് 2/3 n മൈനസ് 2/3 എന്ന് വരും. ഇപ്പം എന്ത് വരും? 2/3 n ഇനി എന്ത് വരും? 1/3 മൈനസ് 2/3 എന്ന് വരും. ഇപ്പം എന്ത് വരും? ഒന്ന് നോക്കിയേ. മൈനസ് 1 മൈനസ് 2/3 അല്ലെങ്കിൽ മൈനസ് 1/3 എന്ന് വരും. ഇപ്പം എന്ത് വരും? മൈനസ് 1/3. ഇത് നമുക്കിത് ഇങ്ങനെ എഴുതിക്കൂടെ? ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ 2n മൈനസ് 1/3 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമ്മളെ എക്സിന് നമുക്കിപ്പോൾ തൽക്കാലത്തിന് നേരത്തെ എഴുതിയ മാതിരി സിമിലർ ആയിട്ടുള്ള രൂപം കിട്ടിയിട്ടുണ്ട്. 2n മൈനസ് 1/3. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇതിന് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇതിന് നമുക്ക് പെന്നിന് നമുക്ക് പല വാല്യൂസ് കൊടുക്കാം. ഓക്കെ ആണോ? ഇതിന് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ആദ്യം നമുക്ക് എന്നിന്റെ ഇത് നാച്ചുറൽ നമ്പർ ആവണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? 2n ടു ഗെറ്റ് നാച്ചുറൽ നമ്പർ അല്ലെ? നേരത്തെ നോക്കിയ മാതിരി നോക്കുകയാണെങ്കിൽ ടു ഗെറ്റ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്താവണം? 2n മൈനസ് 1 എന്ത് പറയണം? മൾട്ടിപ്പിൾ ഓഫ് 2n മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അപ്പോൾ 2n മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2n മൈനസ് 1നെ എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 2n മൈനസ് 1ന് നമുക്ക് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? 3 എടുക്കാം, 6 എടുക്കാം, 9 എടുക്കാം ആണോ? ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് കറക്റ്റ് നാച്ചുറൽ നമ്പർ ആയി കിട്ടും. അല്ലെങ്കിൽ 2nന് എന്തൊക്കെ വാല്യൂ എടുക്കാം? ഇത് കൂടെ ഒന്ന് കൂട്ടിയത് 4 എടുക്കാം, 7 എടുക്കാം, 10 എടുക്കാം, 13 എടുക്കാം. ഓക്കെ ആണോ? അല്ലെങ്കിൽ n നമുക്ക് ഏതൊക്കെ വാല്യൂ എടുക്കാം? അപ്പോൾ 2nന് കൊടുക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 2nന് നമുക്ക് വരാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 4, 7, 10, 13, അടുത്ത എന്ത് വരും? 16, പിന്നെന്ത് വരും? അങ്ങനെ പോകുന്ന സംഖ്യകളാണ് നമുക്ക് 2nന് വരാൻ സാധ്യതയുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 2n 4 ആവണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? 2n ഈക്വൽ ടു 4 ആവണമെങ്കിൽ നമുക്ക് n-ന് 1 കൊടുത്താൽ മതി ആണോ? അപ്പൊ നമുക്ക് n-ന് നമ്മൾ 1 കൊടുത്താൽ 2n എന്ന് പറയുന്നത് അല്ല, n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2n എന്ന് പറയുന്നത് 4 ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? ഇനി പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് n-ന് എപ്പോഴെങ്കിലും 7 കിട്ടുമോ? n-ന് നമുക്ക് എപ്പോഴെങ്കിലും 7 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുമോ? ഇല്ല, കിട്ടില്ല. കാരണം എന്താണ്? n നമുക്ക് അല്ലെങ്കിൽ 2n-ന് നമുക്ക് 7 കിട്ടണമെങ്കിൽ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം? 7/2. പക്ഷെ n എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഒരിക്കലും n-ന് 7 ഒന്നും കിട്ടൂല. പക്ഷെ n-ന് 10 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എടുത്താൽ മതി? n-ന് 5 കൊടുത്താൽ മതി ആണോ? അതേമാതിരി n-ന് 13 കിട്ടൂല, 7 കിട്ടൂല, 13 കിട്ടൂല. അപ്പോൾ നമുക്ക് ഈ ഓഡ് നമ്പേഴ്സ് ഒന്നും 2n-ന് കിട്ടൂലല്ലോ. അപ്പോൾ നമുക്ക് 2, 5 അതേമാതിരി അടുത്തത് അപ്പം എന്താകും കൊടുക്കുക n-ന്? അടുത്ത സംഖ്യ ഈ സീക്വൻസിലാണെങ്കിൽ 16 വരും. ഇവിടെ 16, 2n മൈനസ് 1 16 ആവണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? 2n 16 ആവണമെങ്കിൽ നമ്മൾ n-ന് എന്ത് കൊടുത്താൽ മതി? 8 കൊടുത്താൽ മതി ആണോ? അപ്പോൾ നമുക്ക് n-ന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 2, 5, 8 ഈ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് xn എന്ത് കിട്ടും നോക്കാം. അപ്പോൾ 2 × 2 4 മൈനസ് 1/3. 4 മൈനസ് 1 എന്ത് വരും? 3/3. 3/3 1 കിട്ടും. ഫസ്റ്റ് ഓഡ് നമ്പർ കിട്ടിയോ? ആണോ? പിന്നെ നമുക്ക് n-ന് കൊടുക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ n-ന് കൊടുത്തത് എന്തായിരുന്നു? 2 കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടണോ നോക്കണത്. ഇനി നമ്മൾ x-ന് 5 കൊടുത്തു അല്ലെങ്കിൽ n-ന് 5 കൊടുത്തു. അപ്പോൾ എന്ത് വരും? 2 × 5 മൈനസ് 1/3. അപ്പോൾ 10 മൈനസ് 1 9, 9/3 3 എന്ന് വരും. അപ്പോൾ അടുത്ത ഓഡ് നമ്പർ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അടുത്തത് x 8. അടുത്തത് ഏതാണ്? 8. x 8 നോക്കുമ്പോൾ എന്ത് വരും? 2 × 8 മൈനസ് 1/3. അപ്പോൾ 16 മൈനസ് 1 15/3 5. അടുത്ത ഓഡ് നമ്പർ കിട്ടി. ഇനി അടുത്തത് അപ്പോൾ ഈ സീക്വൻസ് നമുക്ക് ഇനി n-ന് ഏത് വാല്യൂ കൊടുക്കാം? n-ന് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റും? 11 3 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് n-ന് ഈ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് കിട്ടും.
അപ്പോൾ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്നിന് ഈ വാല്യൂസ് കിട്ടുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ആയി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഈവൺ നമ്പർ കിട്ടൂല എന്ന് കൂടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈവൺ നമ്പർ കിട്ടണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണമായിരുന്നു? ഈ 2n - 1 ഈവൺ നമ്പർ കിട്ടണമായിരുന്നെങ്കിൽ ഓൺലി പോസിബിൾ ആയിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ എടുക്കാമായിരുന്നു? നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 3, 6, 9, 12 ആണ്. അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള n വാല്യൂസ് ആണ് നമ്മളിവിടെ എഴുതിയത്. 2n പോസിബിൾ ആയിട്ടുള്ള 4, 7, 10. പക്ഷെ നമുക്ക് n ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. n ഇത്ര മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, വേറെ n അവിടെ എടുക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇതിന്ന് ഓഡ് നമ്പേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എഴുതിക്കൂടെ, നമുക്ക് n പോസിബിൾ ആയിട്ടുള്ളത് ഇത് മാത്രമാണ് ടു ഗെറ്റ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അങ്ങനെ എഴുതാം, ടു ഗെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് പോസിബിൾ n വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പോസിബിൾ n വാല്യൂസ് ആർ 2, 5, 8, 11 etc. which gives the terms as complete odd numbers. അല്ലെ, എല്ലാ ഓഡ് നമ്പേഴ്സും കിട്ടും, but no even numbers. ഇങ്ങനെ തന്നെ എഴുതി അവസാനിപ്പിക്കാം അല്ലെ, but no even numbers. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുക. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് കരുതുന്നു. ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ ജനറൽ ടേം എഴുതി, അതിൽ ഡൗട്ട് ഉണ്ടായില്ലായിരുന്നു. എന്നിട്ട് ജനറൽ ടേം നമ്മൾ എന്ത് ചെയ്യണം? ഓഡ് നമ്പർ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് നാച്ചുറൽ നമ്പർ ആവണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കണം? 3 ആയിരിക്കണം. അപ്പോൾ ഈ 2n മുകളിൽ കിടക്കുന്ന ആള് 2n - 1. അപ്പോൾ നമുക്ക് n എന്താണെന്ന് അറിയേണ്ടത്. അപ്പോൾ n നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ n 2, 5, 8, 11 ഈ രൂപത്തിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ n 2 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? xn എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടി, ഫസ്റ്റ് ഓഡ് നമ്പർ കിട്ടി. n 5 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x2 അല്ലേ, x5 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടി? അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 3 കിട്ടി. ഇനി n എന്ത് കൊടുത്തു? 8 കൊടുത്തപ്പോൾ നമുക്ക് x8 എന്ത് കിട്ടി? അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 5 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ്. ഇതൊന്നും ഒരിക്കലും എന്ത് കിട്ടുന്നില്ല, ഒരു ഈവൻ നമ്പർ കിട്ടുന്നില്ല. എല്ലാം ജനറേറ്റ് ആയി പോകുന്നത് ഈ സീക്വൻസത്തെ വാല്യൂസ് കൊടുക്കുമ്പോൾ ഓഡ് നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൂഫ്. ക്ലിയർ ആണ് കരുതുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.